ചെന്ന് ശിവനെ വിസ്കോൺകാർ പ്രത്യേകിച്ച് കേട്ടോ പറയാം, അവർ പ്രത്യേകിച്ചും പറയും ശംഭു ഉപദേവതയാണ് എന്ന് പറയും. നമുക്ക് അങ്ങനെ ഭേദഭാവമില്ല. കാരണം നമ്മൾ കുറച്ചുകൂടെ ശങ്കരാചാര്യരെ കൊണ്ട് നിലം മെഴുകിയിട്ട് വൃത്തിയായിട്ടുള്ളതാണ്. നമ്മൾക്ക് എന്താ പറയുക, തുല്യ സ്ഥാനമാണ്. ശംഭുവിൻ്റെ ഹൃദയം വിഷ്ണുവും, വിഷ്ണുവിൻ്റെ ഹൃദയം ശംഭുവും എന്ന രീതിയിൽ സമസ്ഥാനത്ത് കാണുന്നവരാണ് നമ്മൾ. ഒരിക്കൽ കാഞ്ചി മഹാപെരിയവർ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച്, എന്നെയൊക്കെ സംബന്ധിച്ച് വെച്ചാൽ ഈശ്വരാവതാരം തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു ശാസ്ത്രപടു ഏത് ഭാഗത്ത്, വേദത്തിൻ്റെ ഏത് ഭാഗത്ത് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മാർത്ഥം പറയുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ കാണാൻ വലിയ പ്രയാസമായിരിക്കും. മാത്രമല്ല അങ്ങേയറ്റം സിമ്പിളാണ്. ആദ്യമായിട്ട് ഖാദി കൊണ്ട് കാവിത്തുണി എടുത്ത് തയ്ക്കില്ല, കാവിത്തുണി ചുറ്റിയിട്ടുള്ള ഒരാൾ, കുടീചക വൃത്തിയിൽ ഒരു ഫുട്ട് സ്ഥലത്ത് മാത്രം ഇരുന്നയാൾ. അങ്ങനെയാണ് ജീവത്യാഗം ചെയ്തിട്ടുള്ളത്. അത്രയും ത്യാഗം, സന്യാസത്തിൻ്റെ ത്യാഗം ശരിക്ക് കാണണമെങ്കിൽ കാഞ്ചി പരമാചാര്യരെ നോക്കണം. ശൃംഗേരിയിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. അവർ രാജ്യസ്ഥാപക ആചാര്യന്മാരാണ്. അപ്പോൾ അവർക്ക് ആ സ്ഥാനം കൊടുത്തേ പറ്റൂ. അവർക്ക് കുറച്ച് ഛത്രമൊക്കെ ഉണ്ടാവും. ഈ ഛത്രമൊന്നും ഇല്ലാണ്ട് തന്നെ വെറും സാധാരണക്കാരനായിട്ട് ഇനി പലപ്പോഴും കാണാം. ഈ മധുരയിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ക്യാമ്പ് ചെയ്യുക, ഇതുപോലുള്ള ഹൈവേയുടെ സൈഡിൽ എവിടെയെങ്കിലും ഇരിക്കും. അവിടെ നിന്ന് എന്തെങ്കിലും ആഹാരം കിട്ടിയാൽ അത് കഴിക്കും. അങ്ങനെ ജീവിച്ചിരുന്ന ആൾ നമ്മുടെ നൂറ്റാണ്ടിൽ ജീവിച്ചു, കഴിഞ്ഞ നൂറ്റാണ്ടിൽ. അദ്ദേഹത്തെ പറ്റിയിട്ട് അദ്ദേഹം സമാധിയായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാഞ്ചി മഠത്തിൽ കൈകാര്യത്തിൽപ്പെട്ട ഒരാളുടെ ബന്ധു അമ്മയുടെ ആശ്രമത്തിലുണ്ട്. അദ്ദേഹം അമ്മയോട് വന്ന് പറഞ്ഞു, അമ്മേ കാഞ്ചി പെരിയൂർ പോയി എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എന്താ അപ്പം പോയി വരാമെന്ന് പറയാൻ അന്നേ നേടിയിട്ടുണ്ടല്ലോ. ഈ പോയി വരിക എന്ന് പറയുന്നത് എന്താ? ജീവൻ പോവുകയാണ് അല്ലേ? സൂക്ഷ്മ ശരീരം, കാരണ ശരീരം അല്ലേ? ഇത് എൻട്രി, പുറത്തേക്ക് എക്സിറ്റ് ആവുകയാണ്. ജീവചൈതന്യത്തോട് കൂടിയിട്ട് ശരീരത്തെ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ സാധാരണക്കാർക്ക് എന്താ പേടി? ഞാൻ പോയി എന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി എന്നാണ് വിചാരിക്കണം. അങ്ങനെ ഞാൻ പോകണില്ല. അഹന്താരൂപമായിട്ടുള്ള ചിന്തകളും അവൻ്റെ ഇംഗിതങ്ങളും ഇച്ഛാഭംഗങ്ങളും ഇച്ഛയും എല്ലാം ചേർന്ന് ഒരു ബലൂൺ പരുവത്തിൽ ഇങ്ങനെ പുറത്തേക്ക് സഞ്ചരിക്കണം. ഭാഗവതം വ്യക്തമായിട്ട് ജീവന്റെ ഗതിയെയും പുനരാഗമനത്തെയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഉപനിഷത്ത് പോലെ തന്നെയാണ്. എങ്ങനെയാണ് ജീവൻ ബഹിർഗമിക്കുന്നത്, അതെങ്ങനെ ചന്ദ്രമണ്ഡലത്തിൽ എത്തുന്നു, അതെങ്ങനെ മഞ്ഞ് രൂപേണ താഴേക്ക് വരണു, എങ്ങനെ ധാന്യങ്ങളിൽ പിടിച്ചിടണു, എങ്ങനെ പുരുഷൻ ആഹരിക്കുന്നു, എങ്ങനെ ബീജമായി തീരുന്നു, എങ്ങനെ ഗർഭത്തിൽ കലരുന്നു, എങ്ങനെ കുട്ടിയായി തീരുന്നു ഒക്കെ പറയുന്നുണ്ട് ഭാഗവതം. അപ്പോൾ എന്താണ് ശരിക്കും ഭാഗവതത്തിന് തത്വം എന്ന് വെച്ചാൽ, ഈ 14 വിദ്യാസ്ഥാനങ്ങളിലും പറഞ്ഞിട്ടുള്ളതെല്ലാം ക്ലിഷ്ടമാണ്, പുരാണം ഒഴിച്ച്. ഇപ്പോൾ ധർമ്മശാസ്ത്രം എടുത്താൽ ക്ലിഷ്ടമാണ്, ആചരിക്കാൻ പ്രയാസമാണ്. എൻ്റെ മുത്തശ്ശൻ എടുത്തൊരാൾ ധർമ്മശാസ്ത്രം പഠിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ധർമ്മശാസ്ത്രം പഠിക്കാൻ വേണ്ടി വന്ന സമയത്ത് മുത്തശ്ശൻ ആ വന്ന കുട്ടിയോട് പറഞ്ഞു, ഇതൊക്കെ അപ്പോൾ ഇത്ര പഠിക്കണം, ചെറുപ്രായമല്ലേ, എന്താ അപ്പോൾ അതിൻ്റെ ആവശ്യം? അപ്പോൾ അയാൾ വന്ന മട്ട് കണ്ടിട്ട്, സാധാരണ വീട്ടിനകത്ത് കയറി വെച്ചാൽ പാദം കഴുകിയിട്ടേ കയറും. പാദം കഴുകുമ്പോഴും പാദത്തിൻ്റെ പുറകുഭാഗം കഴുകണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നുണ്ട്. വെറുതെ കഴുകല്ല, പാദം വെറുതെ മുപ്പത്തെ മാതിരി വരച്ച് കഴുകി കയറില്ല, പുറകിൽ കഴുകണ്ട. അവനാണ് ധർമ്മമുള്ളവൻ അർത്ഥം. അങ്ങനെ കഴുകണില്ല അയാൾ കണ്ടപ്പോൾ. അയാൾ ഉപയോഗിച്ചിരുന്ന ചെരുപ്പ് ഒന്ന് തെക്ക് ഒന്ന് പടിഞ്ഞാറാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അകത്ത് കയറി വന്നു ഇരുന്നതൊന്നും ആചാരപ്രകാരമല്ല, ഒരു വിദ്യ ചോദിച്ചു വേണ്ട രീതിയല്ല ചോദിച്ചത്. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ധർമ്മശാസ്ത്രം താൻ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല എന്നപ്പോൾ ഇയാൾക്ക് അഭിമാനം, അയാൾ വേദം പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തേ അങ്ങനെ പറഞ്ഞു? അല്ല, താനിപ്പോൾ എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതിന് നേരെ വിപരീതമാണ് ധർമ്മശാസ്ത്രം. മനസ്സിലായോ? ഇപ്പൊ താൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, അത് നേരെ വിപരീതം ജീവിച്ചാൽ ധർമ്മശാസ്ത്രം പിടിയിട്ടെന്ന് പറഞ്ഞു. പഠിപ്പിച്ചില്ല. അത് ഞാൻ പറയാൻ കാരണം, പണ്ട് അങ്ങനത്തെ വിദ്യ പഠിപ്പിക്കില്ല. അപ്പൊ വേദം പഠിപ്പിക്കാൻ എങ്ങനെയാണ്? ഒരു സന്ധ്യാവന്തന മന്ത്രം പഠിക്കുന്നത് തന്നെ, സൂര്യശ്ച മന്യുശ്ച മന്യുപതയശ്ച മന്യുകതേഭ്യഃ പാപേഭ്യോ രക്ഷന്താം യദ്രാത്രിയാ പാപമകാരിഷം മനസാ വാചാ ഹസ്താഭ്യാം മധ്യാം വിതരേണ ശിഷ്യാ എന്നുള്ള സാധാരണ സന്ധ്യാവന്തന വേദമന്ത്രത്തെ എത്ര കാലം കൊണ്ടാണ് പഠിപ്പിക്കുന്നത്? സ്വരം തെറ്റാതിരിക്കാൻ എന്താ ചെയ്യണത്? രാവിലെ പറഞ്ഞു തരും, വെളിച്ചത്തിൽ പാഠം ഉപദേശിച്ച്, സന്ധ്യ കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് മുത്തച്ഛനായി വടിയായിട്ടിരിക്കുക ചെയ്യാം. ഇരുട്ടത്തെ തിരുവാ ചൊല്ലാം, തിരിച്ചു വരണം രാവിലെ പഠിച്ചത്. അപ്പോൾ അടി എവിടുന്നാ വരാ പറയുന്നത്? യതീഷ് ചന്ദ്രൻ്റെ അടിയാണ്. മനസ്സിലായി? ആരെയാ തരണത് എന്നൊന്നും ചിന്തിക്കാത്ത അടിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ എന്തിനിടയ്ക്ക് വരണത്? സമൂഹത്തിന് ഉണർവുണ്ട്. ഭാഗവതം മാത്രം കേട്ട് നമ്മളിങ്ങനെ ആവരുത്. ഭാഗവതത്തിന് മറ്റൊരു സ്ഥലം ഉണ്ടെന്ന് വെച്ചാൽ, ഭാഗവതം ഒരു സാമൂഹിക ശാസ്ത്രം കൂടിയാണ്. കാരണം സമൂഹത്തെ ഒന്നിപ്പിക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു ശാസ്ത്രം ഒരു പക്ഷേ ഭാഗവതമായിരിക്കും. ഒരു പക്ഷേ ഇവിടെ ഗീതാവിചാര സത്രം വിചാരിച്ച് വലിയ വലിയ പണ്ഡിതന്മാർ മാത്രം വന്നിട്ട് പോകും. സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സ് അടുക്കുന്ന ശാസ്ത്രം ഭാഗവതമാണ്. അതുകൊണ്ട് ഞാൻ പറയണു, അടുത്ത തവണയെങ്കിലും നിങ്ങൾ യുവാക്കളെ പ്രത്യേകിച്ച്, ശനി ഞായറൊക്കെ അല്ലേ, അവരെ വിളിച്ചു കൊണ്ടുവരിക, വന്ദിച്ച് അല്ലെ എന്തിനു മാനക്കേട് വരുന്നത്? നേരത്തെ പറഞ്ഞല്ലോ,
നമ്മൾ തൃണത്തെക്കാൾ താഴെയാണ്, പുല്ലിനേക്കാൾ താഴെയാണ്. അവരെ നമസ്കരിച്ച് വിളിച്ചു കൊണ്ടുവരിക. രാമകൃഷ്ണദേവൻ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഗിരീഷ് ചന്ദ്ര ഘോഷ് അദ്ദേഹത്തിന് വീടിന് മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പോൾ രാമകൃഷ്ണ പരമഹംസർ മുൻപ് കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ എന്നും ഗിരീഷ് ചന്ദ്ര ഘോഷ് കാലിൻ്റെ മേലെ കാലൊക്കെ കയറ്റി വെച്ചിട്ടായിരിക്കുക. അപ്പോൾ രാമകൃഷ്ണദേവൻ എന്ത് ചെയ്യും? ഇങ്ങനെ നമസ്കരിക്കും, നിലം മുട്ടി നമസ്കരിക്കും. ഇത് കണ്ടപ്പോൾ ആദ്യമൊന്നും ഇയാൾക്ക് ഇമ്പ്രസ്ഡ് ആയില്ല. ഒരേ ആൾ 2-3 ദിവസം നമസ്കരിച്ചപ്പോൾ ആ മേലെ കയറ്റി വെച്ച കാലെന്ത് ചെയ്തു? താഴെ ഇറക്കി വെക്കുവാല് ഗിരീഷ് ചന്ദ്ര ഘോഷ്. എങ്ങനെയാ ഒരു മധ്യവയസ്കൻ വന്നിട്ട് ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ നമ്മളിങ്ങനെ കാലം കെട്ടി ചിരിക്കാതൊരു ചിന്ത ഉണ്ടായി. 4-ാമത്തെ ദിവസം പരമഹംസർ അതിലെ വീട്ടിൽ പോയി. അപ്പോൾ താണ് നമസ്കരിച്ചു, ദേവനെ നമസ്കരിക്കുന്നത് നമസ്കരിച്ചു. അപ്പോൾ ഇത് എഴുന്നേറ്റ് വന്നു ഇരുന്നോടുന്നു. മനസ്സിലായോ? കുറേ ദിവസം അങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്ന കാഴ്ച എന്താ അറിയുമല്ലോ? രാമകൃഷ്ണദേവന്റെ കാല് പിടിച്ച് കരയാണ് ആര്? ഗിരീഷ് ചന്ദ്ര ഘോഷ്. നമ്മളൊരാളെ നമസ്കരിച്ചാൽ അയാളിൽ നിന്ന് പ്രതിഷേധിക്കാനാവാത്ത തരത്തിലുള്ള ഒരു തരംഗം കൊണ്ടുവരും. മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ടാണ് പറയണത് നമസ്കരിക്കണം എന്ന് പറയണത്. ഉദ്ധവർക്ക് കൊടുത്ത ശിക്ഷണവുമാണ്. എല്ലാവരും നമസ്കരിച്ചോളൂ, സകലതും നാരായണന് കയറി നമസ്കരിച്ചോളൂ. ഉദ്ധവരുടെ ഭഗവാന്റെ തിരോധാനത്തിന് ശേഷം, തിരോഭാവത്തിന് ശേഷം ഉദ്ധവരെങ്ങനെ മുക്തി നേടി എന്നുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം മഹാപുരുഷന്മാർ അനേകം വന്നു, വള്ളിയൂർ തിരുമേനി അടക്കം വന്നു മറിഞ്ഞിട്ടും നമുക്ക് കാര്യം ബോധിച്ചില്ല. ഇനി നമ്മളിൽ എങ്ങനെ നേടും? നമുക്കൊരു വഴിയേ ഉള്ളൂ. ഈ ഭാഗവത ശാസ്ത്രത്തെ സമൂഹത്തിലേക്ക് എടുക്കണം. കുട്ടികളെ ഒന്നും വീട്ടിലിരിക്കാൻ സമ്മതിക്കരുത്. ശനിയും ഞായറൊക്കെ ഈ വീട്ടിലിരിക്കാതെ, വീട്ടിലല്ല ഇരിക്കണത്, ഇതിൻ്റെ ഉള്ളിലായിരിക്കണത്. ശരീരബോധം ഇല്ലാണ്ട് ഇരിക്കുകയാണ്. അന്നേരം പൊള്ളിച്ചാലും അറിയില്ല. വിവേകാനന്ദ സ്വാമിക്ക് വന്ന സിദ്ധിയിലേത്രേ, അദ്ദേഹത്തിന് ഗുരുതരമായിട്ടൊരു ഓപ്പറേഷൻ ആവശ്യമെന്ന് സ്വാമിക്ക്, വയറിന്. ആ സമയത്ത് അന്ന് കാലത്ത് ഈ അനസ്തീഷ്യ ഇല്ല, ഈ ബോധം കെടുത്തുന്ന പരിപാടിയില്ല. അപ്പോൾ ഡോക്ടർ ആകെ ആശങ്കപ്പെട്ടു, എങ്ങനെയപ്പോൾ ഇദ്ദേഹത്തെ ഓപ്പറേഷൻ ചെയ്യാൻ, നിലവിളിച്ച് ചത്തുപോകും. അപ്പോൾ സ്വാമി പറഞ്ഞു, എനിക്കൊരു പുസ്തകം തന്നേക്കും, ഞാൻ വായിച്ചോളാം. വലിയ പുസ്തകം ആയിക്കോട്ടെ, ഞാൻ പെട്ടെന്ന് വായിക്കണ ആളാണ്, വലിയ പുസ്തകം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അല്ല, നമ്മുടെ കുട്ടികളും പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും അറിയില്ല കേട്ടോ, ഉറങ്ങിപ്പോവും. ഇതങ്ങനെയല്ല. ബോധപൂർവം കയ്യിലെടുത്തിട്ട് ഓപ്പറേഷൻ തുടങ്ങി, ഓപ്പറേഷൻ കഴിഞ്ഞു, അപ്പൻഡിസൈറ്റിസ് ആണെന്ന് തോന്നണോ, ഓപ്പറേഷൻ കഴിഞ്ഞ് തുന്നിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് സ്വാമിജി ഒന്ന് കരഞ്ഞു എന്നാ പറഞ്ഞു. പുസ്തകം തീർന്നുപോയി. അപ്പോൾ ഒന്ന് വേദനിച്ചത്. കാരണം അപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ശരീരത്തിൽ നടന്നു എന്നറിയണത്. അങ്ങനെ ഒരു മഹാത്മാവിനെ എനിക്കറിയാം. അടുത്ത് ഞങ്ങളെ ഗീതാശാസ്ത്രമൊക്കെ പഠിപ്പിച്ചൊരു സ്വാമിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലിൽ വലിയൊരു വ്രണം ഉണ്ടായി. വ്രണത്തിൽ നിന്നിങ്ങനെ രക്തം ഒലിക്കണു. അത് കണ്ടിട്ട് നാട്ടുകാരാ പറഞ്ഞത്, നിങ്ങളുടെ ശരീരത്തിൽ ഇത്ര വ്രണം ഉണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം ചികിത്സിക്കാൻ പോയിട്ടുള്ളത്. അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇപ്പോഴും, വളരെ ചുരുക്കമാണെന്ന് മാത്രം. ഇപ്പം എന്നോട് അമ്മയെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ പറഞ്ഞു, ഫ്രാൻസുകാരൻ പറഞ്ഞു, ഈ ആളുകളെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഷോൾഡർ ബോൺ ഇല്ലാതെ തേഞ്ഞിട്ട്, ഷോൾഡർ ബോൺ ഇല്ല, ദിവസവും 10,000-30,000 ആൾക്കാരെ ഇങ്ങനെ പിടിച്ചിട്ട് ഷോൾഡർ ബോൺ നമ്മുടെ എല്ല് തേയ്മാനത്തിൻ്റെ വേദന എന്താണെന്നറിയോ? ഇവിടെ അമ്മമാരോട് ചോദിച്ചറിയാം. മുട്ടിന് വേദന ഉണ്ടാവും. ചെറിയൊരു തേയ്മാനം ഉണ്ടായാൽ തന്നെ പിന്നെ വീട്ടുകാർക്ക് സ്വൈര്യം ഉണ്ടാവില്ല. പിന്നെ അന്ന് കഞ്ഞിക്ക് വെറും പച്ചമുളകാവും. മനസ്സിലായില്ലേ? അപ്പോൾ എന്നിട്ടും പുഞ്ചിരിച്ചു കൊണ്ട് വരുന്നവരൊക്കെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് അദ്വൈത ബോധമാണ്. വേറെ ഒന്നുമല്ല, ആത്മബോധത്തിൽ ഉറച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. പറയാൻ എളുപ്പമാണ്. സാധാരണ ഗുരുക്കന്മാരൊക്കെ ചില്ല് തുടയ്ക്കണവരാന്ന് പറയും. എന്താ പറയുക, ഇങ്ങനെ കാണിച്ചാൽ മതിയല്ലോ. മനസ്സിലായില്ലേ? അവർക്ക് യാതൊരു ക്ലേശം അറിയണ്ട. നിശ്ചിത സമയത്ത് ഗുരുജി വന്നിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി, എന്നിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. ഇതങ്ങനെ പറ്റില്ല. ഇത് ശ്രീകൃഷ്ണ ജീവിതം കണ്ടില്ല. അതുപോലെ തന്നെയായിരുന്നു. ഇത് കർമ്മത്തിൻ്റെ ജാലത്തിൽ പെട്ടിരിക്കുകയാണെന്ന് തോന്നും, എന്നാൽ ഒട്ടും തന്നെ കർമ്മം സ്പർശിച്ചിട്ടില്ല. അത് വളരെ പ്രയാസമാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്നല്ലോ വ്യാസാചാര്യർ. അതിന് കാരണം അനേകം ഹരിയുടെ അവതാരങ്ങൾ പറഞ്ഞാൽ തീരാത്ത അത്രയുണ്ടെന്നാണ്. നാരദനോട് കാണിച്ചു കൊടുത്തത് ആ കാണുന്ന എന്താ പറയുക, അത് വലിയൊരു മരം, കുറേ കൊല പോലെ പടന്നു. എന്താ അത് ബ്രഹ്മകൽപ്പവും അവതാരങ്ങളുമാണ്. അത്രയും ലക്ഷക്കണക്കിന് അവതാരങ്ങളുണ്ട്. ഋഷിമാരായും മുനിമാരായും ഒക്കെ വന്നിട്ടുള്ള ഭഗവാന്റെ അവതാരങ്ങൾ, ഹരിയുടെ അവതാരങ്ങൾ അനേകമാണ്. അവയെല്ലാം അംശകലകൾ മാത്രമാണ്, അംശകലകൾ മാത്രമാണ്. എന്നാൽ കൃഷ്ണൻ ആരാണ്? ഭഗവാൻ സ്വയം. എന്താണ്? ഐശ്വര്യ, വീര്യ, കീർത്തി, ശ്രീ, ജ്ഞാന, വൈരാഗ്യങ്ങൾ പൂർണ്ണമായും തിളങ്ങിക്കാണുന്ന ബ്രഹ്മം തന്നെ നേരിട്ട് അവതരിച്ച പൂർണ്ണാവതാരമാണ് ശ്രീകൃഷ്ണ പരമാത്മ. അതുകൊണ്ട് എന്തുണ്ട്? എന്തിൽപ്പെട്ടാലും രാമകൃഷ്ണദേവൻ പറയും, ചേറുമീനിനെ പോലെ ചേറിൽ കിടന്നാലും വെള്ളി നിറം മങ്ങാതിരിക്കണു. ബ്രഹ്മതത്വത്തെ പൂർണ്ണമായും സാക്ഷാത്കരിച്ച ആളല്ല കൃഷ്ണൻ, ബ്രഹ്മതത്വം തന്നെ ഭൂമിയിൽ വന്നതാണ്.
ആ ശ്രീകൃഷ്ണനെ സാക്ഷാത്കരിക്കാനായിക്കൊണ്ട് അനേകം ഋഷിമാരും മുനിമാരും ഗോപികമാരുടെ വേഷം കെട്ടി വന്നു എന്നാണ്. അത് ചില സന്യാസികൾക്ക് മനസ്സിലായിട്ടോ. അവർ ഈ ഭാഗവതം വായിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഭാഗവതം എങ്ങനെയായത്. ചില സന്യാസികൾ പറയുന്നത് വെച്ചാൽ ഗോപികാ ഗീതമൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, എന്ത് വൃത്തികേടാ എഴുതി വെച്ചിരിക്കണം ഒരാൾ പറയണം. ഒരാൾ പരസ്യമായിട്ട് പറഞ്ഞു, ഈ ഗോപികാ ഗീതമൊക്കെ അയ്യോ ആരാ വായിക്കുക, എന്തൊക്കെ വൃത്തികേടാ എഴുതി വെച്ചിരിക്കണേ. എന്തിനു പറയണു? എനിക്ക് മനസ്സിലായി അയാളുടെ സൂക്കേട് എന്താണെന്നുള്ളത്. ഞാൻ അയാളോട് പച്ചയ്ക്ക് പറഞ്ഞു, ഈ ഗോപികാ ഗീതത്തിൽ പറയുന്ന കാര്യമൊക്കെ വൃത്തികേടാണെന്ന് സ്വാമിക്ക് എങ്ങനെയാണ് മനസ്സിലായി ചോദിച്ചു. ഒരു കാര്യം വൃത്തികേടാണെന്ന് അറിയണമല്ലോ. ഒരു ബ്രാഹ്മണനെ ആയുർവേദ ചികിത്സയ്ക്ക് കൊണ്ടുപോയി. അപ്പോൾ ആയുർവേദ ആചാര്യൻ പറഞ്ഞു, അജമാംസം ഭക്ഷിക്കണം എന്നാലേ ഉള്ളൂ ഇത് മാറുക എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ അജമാംസം അല്ലേ, അത് രുചി തന്നതല്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഉടനെയാണ് പറഞ്ഞതിൻ്റെ അബദ്ധം മനസ്സിലായത്. അത് ഈ ബ്രാഹ്മണനായിട്ട് ശേഷം ബുദ്ധിമുട്ടെന്ന് ചോദിച്ചോളൂ. ഇദ്ദേഹം പറഞ്ഞേ അജമാംസല്ല, അത് രുചി തന്നല്ല എന്ന് അബൂബക്കർ പറഞ്ഞ കേട്ടുവെന്ന്. മനസ്സിലായോ? അജമാംസല്ലേ, അത് രുചി തന്നല്ല എന്ന് അബൂബക്കർ പറയണത് കേട്ടുവെന്ന്. രണ്ടാമത് അങ്ങനെയാക്കി മാറ്റി. ആദ്യം പറഞ്ഞ പ്രസ്താവന പിൻവലിച്ചു. ഇതുപോലെ ചില സന്യാസിമാർ ഭാഗവതം വായന തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോളൂ, ഭാഗവതം നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളൊരു ദേവതയാണ്. ഞാൻ മനസ്സിലാക്കണം അങ്ങനെയാണ്. നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ് ഭാഗവതം വളരെ ശ്രദ്ധയോടെ നിഷ്ഠയോടെ മാത്രം കാണുന്നവർ വായിച്ചാൽ മതി. ഇതിന് പ്രത്യേകിച്ച് വോട്ടിംഗ് ഒന്നുമില്ല, തിരക്കൊന്നുമില്ല. ഇപ്പം 40,000 ആൾ വായിച്ചു, ഗിന്നസിൽ കയറി, അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. അവനവന് മുക്തിക്ക് വേണ്ടിയുള്ള വഴി ശ്രീശുക ബ്രഹ്മർഷി ഉപദേശിച്ചതാണ്. ഇതിൻ്റെ ഋഷി എന്ന് പറയുന്നത് വ്യാസാചാര്യരാണ്. ഇതിൻ്റെ തത്വം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവാണ്, ആത്മതത്വമാണ്, വേദാന്തശാസ്ത്രീയ. ഇത് ഉപദേശിച്ച ആചാര്യൻ എന്ന് പറയുന്നത് ശ്രീശുക ബ്രഹ്മർഷിയാണ്. അത് ആർക്കാ ഉപദേശിച്ചത്? പ്രാണൻ 7 ദിവസം കൊണ്ട് പോകും എന്ന് സുനിശ്ചിതമായി അറിയുന്നയാൾ, എപ്പോൾ തക്ഷകൻ വരുമെന്ന് അറിയാത്തയാൾ. പക്ഷേ എനിക്ക് തോന്നുന്നു ഭാഗവതം തന്നെ പറയണത് പരീക്ഷിത മഹാരാജൻ അങ്കലാപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ, ഏതായാലും ഞാൻ ചെയ്ത പാപം എനിക്ക് തിരിച്ചു വരും. എനിക്ക് എങ്ങനെയാണ് ശ്രേയോമാർഗം ഉണ്ടാവുക? എനിക്ക് എങ്ങനെയാണ് മരണസമയത്ത് പ്രാണനെ ഭഗവാനിൽ നിർത്തി വിടാൻ പറ്റുക? എനിക്ക് എങ്ങനെ മോക്ഷം ഉണ്ടാവും എന്നുള്ള ചിന്തയുണ്ടായിരുന്നുള്ളൂ. ചിലർ പറയണ പോലെ പരീക്ഷിത് പേടിച്ച് വിറച്ചിട്ടൊന്നുമില്ല. കാരണം അയാൾ സാധാരണക്കാരനല്ല, അർജുനന്റെ പൗത്രനാണ്. അപ്പോൾ ഭഗവാന്റെ ഉപദേശം കിട്ടിയ ഒരു DNA കിടക്കുന്നുണ്ട് ഉള്ളിൽ. ആ DNA ഉള്ളവർക്കുള്ളതാണ് ഇത് കേട്ടോ, പറഞ്ഞുതരാം. അതായത് എവിടെയോ നിങ്ങളുടെ ഇരിക്കുന്ന എല്ലാവരുടെയും പൂർവികർ ഈ ഭാഗവതത്തിന്റെ തത്വം ശ്രവിക്കാൻ തക്കോണം എന്തെങ്കിലും ഒരു പുണ്യം ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ മള്ളിയൂർ തിരുമേനിയുടെ ഈ സന്നിധിയിൽ ഒന്നിരിക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കില്ല, ഉറപ്പാണ്. അത് തക്കോണം ഒരു DNA നമ്മുടെ ഉള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഈ 40,000 ആൾക്കാരുണ്ടെങ്കിൽ ആരും കൂടെ വരുന്നില്ലല്ലോ, കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പം എന്തിനാ ആളുകൾ കൂടണമെന്ന് വെച്ചാൽ നമുക്കൊരു സമാജ സേവയായിട്ട് ഭഗവാന്റെ നാമത്തെ പ്രചരിപ്പിക്കണം. അവിടെയാണ് ബംഗാളികൾ വിജയിച്ചത്, കേരളീയർ തോറ്റുപോയത്. ബംഗാളിൽ ചൈതന്യ മഹാപ്രഭുക്ക് അതിൽ വിജയിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഇതിനെ ഒരു സാമൂഹിക ശാസ്ത്രമായിട്ട് പരിണമിച്ചു. ഭക്തി മൂവ്മെന്റ് എന്ന് പറയും ഹിസ്റ്ററിയിലൊക്കെ. അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ സകല ജാതിക്കാരെ നാമം ജപിക്കാൻ കൂട്ടിയത്. അതിൽ മുസ്ലിമും ഉണ്ടായിരുന്നു, അതിൽ പിന്നെ ഈ നീചജാതി എന്ന് വിളിക്കപ്പെടുന്ന എല്ലാവരെയും കൂട്ടിയിട്ട് നാമഘോഷയാത്രകൾ സ്ഥിരമാക്കി. അങ്ങനെ ഈ ഭാഗവതോട് സംബന്ധിച്ച് ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല, ഗ്രാമത്തിന് മുഴുവൻ ഉത്സവമാക്കിയിട്ട് മാറ്റണം. കാരണം ഇത്രയും മഹാനായിട്ടുള്ള ഒരു പക്ഷേ നമ്മുടെ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഭാഗവതാചാര്യൻ്റെ ഇടത്തിൽ ഈ തിരക്ക് കണ്ടാൽ പോരാ. തിരക്ക് കാണണമെന്ന് പറയാൻ കാരണം, തിരക്ക് എന്ന് പറഞ്ഞാൽ ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ള വലിയ തോതിലുള്ള നല്ല രീതിയിലുള്ള സംഭാവനകളും കൂടെ വരും അതിൻ്റെ കൂടെ. അത് നമ്മളാരും നിർബന്ധിച്ചിട്ടല്ല. ആളുകൾ നല്ലവണ്ണം കൂടി വരുമ്പോൾ ആളുകൾ അവരുടെ നല്ല ഭാവന കൊണ്ട് നമുക്ക് ഇതിലും നന്നായി പ്രവൃദ്ധമായി നടത്താൻ പാകത്തിന് അവരെ അനുഗ്രഹിക്കും. അപ്പോൾ സമാജ സേവയായിട്ട് ഇതിനെ മാറ്റണം. അതിന് നേതൃത്വം വഹിക്കാൻ കഴിവുള്ള ആൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ആ DNA പുറത്തായിട്ട് കിട്ടിയിട്ടുള്ള ആളിവിടെ ഉണ്ട്. അതുകൊണ്ട് അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ക്രിസ്തീയ സമുദായമൊക്കെ നോക്കും. ഒരു പള്ളി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവനവിടെ ഭരിക്കുകയാണ്. അവിടെയുള്ള ഓരോ വീട്ടിൽ എത്ര പേരുണ്ട്, അവരുടെ രക്തഗ്രൂപ്പ് എന്താണ്, അവർക്ക് എന്താ ജോലി, എന്താ വരുമാനം, ആ വരുമാനത്തിൽ എത്ര ശതമാനം പള്ളിയിലേക്ക് തന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സാമൂഹിക ക്രമം അവർക്കുണ്ട്. ആ സാമൂഹിക ക്രമം അവർക്കൊരു സുരക്ഷ കൊടുക്കുന്നുണ്ട്, അല്ലേ? ആ സുരക്ഷ എന്താണെന്നറിയോ? എത്ര വലിയ പീഡനം നടത്തിയാലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാം. നമുക്ക് അങ്ങനത്തെ സുരക്ഷയൊന്നും വേണ്ട. തെറ്റ് ചെയ്തവൻ പോകണം തന്നെ നമ്മൾ എന്താ, അല്ലേ?
അതെന്തുകൊണ്ടാണ് വെറുതെ അല്ല പറയുന്നത്? യു കനോട്ട് അറസ്റ്റ് എ ക്രിസ്ത്യൻ പ്രീസ്റ്റ് ഈവൻ അണ്ടർ ദ പ്രസന്റ് മോഡി ഗവൺമെന്റ്. യു കനോട്ട് അറസ്റ്റ് ബിഷപ്പ്. ഇതിന്റെ അർത്ഥം എന്താണ്? അവർ നേടിയിരിക്കുന്ന സാമൂഹികമായ ഭദ്രതയാണ്. മാത്രമല്ല ഭാഗവത് എന്തിനാ വായിക്കാം? ഭാഗവത് തന്നെ പറയുന്നത് എന്താണ്? നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. നഷ്ടപ്രായേഷു അഭദ്ര. എനിക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വായിച്ച് ഓർമ്മ വരണം പറയാം കേട്ടോ. അത് ഏമത്തൊന്നും ഇല്ലാട്ടോ. നഷ്ടപ്രായേഷു അഭദ്രേഷു, അഭദ്രത്തെ മാറ്റാൻ, അമംഗളത്തെ മാറ്റാൻ വേണ്ടി. നഷ്ടപ്രായേഷു എന്ന് പറഞ്ഞാൽ അമംഗളത്തെ പൂർണ്ണമായും മാറ്റുമോ? നഷ്ടപ്രായമാക്കുമെന്ന് പറഞ്ഞാൽ കർമ്മഫലത്തെ പൂർണ്ണമായി ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അമ്മ നല്ല രസമായിട്ട് പറയും, മോനെ തലയിൽ തേങ്ങ വീണ് ബോധം പോകേണ്ടടുത്ത് മച്ചിങ്ങ വീണ് വേദനയ്ക്ക് അത്രയേ ഉള്ളൂ. മനസ്സിലായോ? തലയിൽ തേങ്ങ വീണ് ബോധമോ ജീവനോ പോകേണ്ടടുത്ത് എന്തായാലും കർമ്മം അതിൻ്റെ ട്രേസ് അവശേഷിപ്പിക്കും. അത് യദുകുലത്തിൻ്റെ കഥയോർത്തത്തിന് അറിയാം. എല്ലാവരും ഒരു പങ്ക് പറ്റിയിട്ടാണ് പോയിട്ടുള്ളത്. അത് ആർക്കും കർമ്മത്തിന് രക്ഷയില്ല. അത് എല്ലാവരും ഓർക്കണമല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗവതകാരന്മാരും ഈ ആചാര്യന്മാരൊക്കെ കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് മഹാഭാരതം ഗിഫ്റ്റ് ചെയ്യേണ്ടതാണ്. സമ്മാനിക്കുക. ഭഗവാൻ ഒന്ന് പഠിക്കൂ, സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കൂ. നല്ല കഥയാണെന്ന് പറയുക. സഖാവ് കൃഷ്ണന്റെ കഥയാണെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവും. എന്തിനാ അത് വായിക്കണത്? ഭഗവാൻ കൃഷ്ണൻ പോലും ആ കർമ്മത്തിന്റെ ഒരു പങ്ക് പറ്റിയിട്ടാ പോയിട്ടുള്ളത്. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരാ? ഈ ലോകത്തിന്റെ പതിയാണ്. സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഈശ്വരനാണ്. ഏർക്കര നമ്പൂരിപ്പാട് എന്ത് പ്രഭാഷണം നടത്തിയാലും, അങ്ങനെ പ്രഭാഷണം വലിയ നടത്ത പതിവില്ല, ഭാഗവതമൊക്കെ നടത്തുമ്പോൾ എഴുതി കഴിഞ്ഞാൽ ഏർക്കര അറിയാമോ? അറിയില്ല. ആംനായ മഥനം എന്നുള്ള മഹത്തായ കൃതി, ചെറുതാണെങ്കിലും വളരെ ശ്രേഷ്ഠമായ കൃതി. അതുപോലെ സൗദ വിവേകമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം. ഏർക്കര നമ്പൂരിപ്പാട് എന്ത് എഴുതിയാലും അവസാനം എഴുതും അനേന കൃഷ്ണപ്രിയതാം ഈശ്വരേശ്വര. ഈശ്വരേശ്വരനായ കൃഷ്ണൻ എൻ്റെ ഇതിനാൽ പ്രീതിപ്പെടട്ടെ, സന്തോഷിക്കട്ടെ എന്ന് എഴുതും. ഈശ്വരേശ്വരനായിട്ടാണ് അദ്ദേഹം കൃഷ്ണനെ കണ്ടത്. വലിയ ഉപാസകനാണ്, ഭീമോപാസകനാണ്. അങ്ങനെ മഹാഉപാസകന്മാരൊക്കെ ശ്രീകൃഷ്ണനെ കാണുന്ന ഈശ്വരനായിട്ടാണ്. ആ ഈശ്വരനായ കൃഷ്ണൻ പോലും കർമ്മത്തിൻ്റെ ഒരു പങ്ക് എടുക്കേണ്ടി വരും. തൻ്റേതല്ലാഞ്ഞിട്ട് പോലും, തൻ്റെ കർമ്മം അല്ലാഞ്ഞിട്ട് പോലും. ഭാഗവത ശാസ്ത്രം ചെയ്തിരിക്കുന്നത് ആ ശ്രീകൃഷ്ണനെ കർമ്മജാലത്തിൽ നിന്നൊക്കെ ഒന്ന് അടർത്തിയെടുത്തിട്ട് ആത്മവിഷയേക ശ്രദ്ധയോടുകൂടി അവതരിപ്പിക്കുക എന്നതാണ്. മഹാഭാരതത്തിലെ കൃഷ്ണനെ കണ്ടാൽ കുറച്ച് വിഷമം തോന്നും, മനസ്സിലാവില്ല. അയ്യോ ഇത് സാധാരണ മനുഷ്യനെ പോലെ ഇരിക്കുന്നല്ലോ എന്ന് തോന്നും ഇടക്കിടയ്ക്ക്. കാരണം മഹാഭാരതം പച്ചയായ ജീവിതാവിഷ്കാരമാണ്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളത് ഇതിഹാസം. എന്ന് പറഞ്ഞാൽ പരമ്പരാപ്രാപ്തമായ രാജധർമ്മോപദേശം എന്നർത്ഥം. പരമ്പരാപ്രാപ്ത രാജധർമ്മോപദേശത്തിന്റെ പേരാണ് ഇതിഹ. അങ്ങനെ പരമ്പരാപ്രാപ്തമായ രാജപരമ്പരയുടെ കൈമാറ്റം ചെയ്തു വന്നിട്ടുള്ള ഈ ഉപദേശത്തെയാണ് ഇതിഹ എന്ന് പറയുന്നത്. അത് എതിരടങ്ങിയിരിക്കുന്നു, അതിന്റെ പേരാണ് ഇതിഹാസം. ഇതിഹാസം നമ്മുടെ ചരിത്രവും കൂടിയാണ്. ഇതിഹാസത്തിലെ കൃഷ്ണൻ രാജനൈതികത വിളയാടിയ കൃഷ്ണനാണ്. രാജനൈതികത എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ്, രാഷ്ട്രീയം തന്നെ, ഡിപ്ലോമസി. തൻ്റെ ഭക്തന്റെ നേരെ, കഴുത്തിന് നേരെ ഒരു അമ്പ് വരുമ്പോൾ ഏത് ചവിട്ടി താഴ്ത്താൻ കാണിക്കേണ്ട ഒരു സാമർഥ്യം ഉണ്ടല്ലോ. അവന്റെ കിരീടവും കൊണ്ട് അമ്പ് പോകുമ്പോൾ സന്തോഷിച്ചിരിക്കുന്ന ചിരി, തൻ്റെ ഭക്തനെ മുറിവേക്കുന്നത് കാണുമ്പോൾ പ്രതിജ്ഞ മറന്നുകൊണ്ട് തീരിൽ നിന്ന് ചാടിയിറങ്ങുന്ന ഭഗവാൻ, അതെല്ലാം കാണിക്കുന്നത് രാജനൈതികതയാണ്, ഭഗവാന്റെ രാജനൈതികതയാണ്. സാധാരണ മനുഷ്യർക്ക് തോന്നാത്ത ചില രാജനൈതികതകൾ മഹാഭാരതം പഠിപ്പിക്കുന്നുണ്ട്. ധർമ്മച്യുതി കൊണ്ട് എന്തുണ്ടാവുന്നു? അസുഖമുണ്ടാവുന്നു. ശാരീരികവും മാനസികവും സാമൂഹികവുമായ അസുഖമുണ്ടാവുന്നു എന്ന് പഠിപ്പിച്ച ശാസ്ത്രം മഹാഭാരതം. ഭാഗവതമോ സൗഖ്യശാസ്ത്രമാണ്. സൗഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്തിന്റെ വരവിലും പോക്കിലും ഒന്നിലും ശ്രദ്ധയില്ലാതെ ജന്മം, വളർച്ച, തളർച്ച, മരണം തുടങ്ങി ജഗത്തിന്റെ നാനാവിധമായ മിഥ്യാസ്വരൂപങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് സത്യമായ പരമാത്മാവിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. സത്യം പരം ധീമഹി. എല്ലാറ്റിനും ഉപരിയായിട്ടുള്ള ഉലകത്തിന്റെ ഉയർച്ച തളർച്ചകളെ നോക്കാതെ, പതനോത്ഥാനങ്ങളെ ചിന്തിക്കാതെ, അതിനപ്പുറത്ത് നിൽക്കുന്ന പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ട് ശരീരം വെടിയാനുള്ള ശാസ്ത്രം.
ഇത് വേണം കയറുക. അത് ഏത് പ്രായത്തിലാവട്ടോ, നിവൃത്തി ഏത് പ്രായത്തിലാവാം. ഏത് അഹസ്സിലാണോ വൈരാഗ്യം വരുന്നത് ആ അഹസ്സിൽ തന്നെ സന്യാസം എടുക്കാനുള്ള പ്രമാണം ധർമ്മശാസ്ത്രത്തിലുണ്ട്. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾക്ക് സന്യാസം സാധ്യമായത്. ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് തന്നെ സന്യാസാശ്രമത്തിലേക്ക് പോയത് അതുകൊണ്ട്. രമണ മഹർഷിയും അങ്ങനെ തന്നെയായിരുന്നു. രമണ മഹർഷി എന്നൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും നമുക്ക് എത്രയോ അത്ര അറിവുള്ള ആളാണെന്ന്. അത്ര അത് നമുക്കില്ല. ആ വാക്കൊന്ന് ഉച്ചരിക്കാനോ എച്ചിലാക്കാനോ യോഗ്യത എനിക്കോ ആർക്കുമില്ല. ഭഗവാൻ രമണ മഹർഷി നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഈ ശരീരം ഉപേക്ഷിച്ച മഹാത്മാവാണ്. പക്ഷേ അത്ഭുതം തോന്നും. എനിക്ക് തോന്നുന്നു നെച്ചൂർ വെങ്കട്ടരാമനാണെന്ന് തോന്നുന്നു അത്ര പ്രസിദ്ധമാക്കിയത്. കേരളത്തിൽ മുഴുവൻ അത് എത്തിച്ചത് അദ്ദേഹമാണ്. പക്ഷേ ഞാൻ അമ്മയെ കണ്ടത് 14ാമത്തെ വയസ്സിലാണ്. 15ാമത്തെ വയസ്സിൽ ഞാൻ തിരുവണ്ണാമലയിൽ പോയിട്ടുണ്ട്. ഒരു ബന്ധു അവിടെ ഉണ്ട്. ഇങ്ങനെ ഈ നമുക്കൊക്കെ ഒരു കൂട്ടുണ്ടാവും, ഇടയ്ക്കുണ്ടാവുമല്ലോ, വീട് വിട്ട് പോകുന്ന ഒരു കൂട്ടുണ്ടാവുമല്ലോ. വീട് വിട്ടുപോയാൽ നേരെ തിരുവണ്ണാമലയാണ് അടുത്ത സ്റ്റേഷൻ. കാരണം മോക്ഷത്തിൻ്റെ സ്ഥലമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ മോക്ഷത്തിനായിട്ട് പ്രത്യേകിച്ച് ചെയ്യേണ്ടെന്ന് പറയും. യോജന മൂன்ற വിത്തലവാസർക്ക് കൃത്യമായി പറയുന്നുണ്ട്, ഈ സ്ഥലത്തിൻ്റെ 3 യോജനയ്ക്കുള്ളിൽ താമസിക്കുന്നവർക്ക് ദീക്ഷയോ സന്യാസമോ വേണ്ട, അവർക്ക് മോക്ഷം ഉണ്ടാവും എന്നാണ് നന്ദിവചനം ശിവവാക്യം പറയുന്നുണ്ട്. ഭഗവാൻ രമണ മഹർഷിക്കും 16ാമത്തെ വയസ്സിൽ മരണഭയം ഉണ്ടാവുകയാണ് ചെയ്തത്. മരണഭയം എന്ന് പറഞ്ഞുകൂടാ, മരണം എന്താണ്, മരണത്താൽ എന്ത് സംഭവിക്കുന്നു, എന്താണ് നഷ്ടപ്പെടുന്നത് എന്നൊരു ഉത്കടമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സ്പെയർ ഓഫ് ദ മൊമെന്റ്, ഒരു വളരെ നിമിഷാർത്ഥത്തിൽ തോന്നിയിട്ടുള്ള അതിശക്തമായ ഒരു വികാരം. അതിനെ നച്ചിക്കേതസിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ കഠോപനിഷത്തിന്റെ ഭാഷയിൽ ശ്രദ്ധ ആവാഹിക്കുക, ശ്രദ്ധ ആവേശിക്കുക, ഒരാളിലേക്ക് ശ്രദ്ധ കടന്നു കയറുക എന്ന് പറയും. നച്ചികേതസിനെ ശ്രദ്ധ ആവേശിച്ചു എന്ന് പറഞ്ഞ പോലെ രമണ മഹർഷിയെയും ഈ ശ്രദ്ധ ആവേശിച്ചു. വളരെ നിമിഷാർത്ഥം കൊണ്ടാണ് സംഭവിച്ചത്. അതിനുശേഷം അദ്ദേഹം മരണത്തിന്റെ തത്വം തിരിച്ചറിഞ്ഞു. രമണ മഹർഷി എന്ന് പറഞ്ഞാൽ മരണ മഹർഷി കൂടിയാണ്. എന്താ കാരണം? മരണതത്വത്തിൽ നിന്ന് ചിത്തത്തിന്റെ മൂലകാരണത്തെ കണ്ടെത്തി ആത്മാവിൽ രമിച്ചവൻ രമണൻ. അപ്പം മരണത്തിന് നേരെ തിരിഞ്ഞുള്ളതാണ് രമണൻ. അതുപോലെ ഈ ലോകത്തിൻ്റെ ഐശ്വര്യങ്ങൾ, സമസ്ത ഐശ്വര്യങ്ങളും വിഭൂതികളും എല്ലാം ആരിൽ നിന്ന് ഉദ്ഭവിക്കുന്നുവോ ആരിലേക്ക് മറയുന്നുവോ, ഐശ്വര്യങ്ങളെയും വിഭൂതികളെയും ശ്രദ്ധിക്കാതെ ആ പരമാത്മാവിനെ ശ്രദ്ധിച്ച് തൻ്റെ ജീവൻ വെടിയുന്ന മുക്തപുരുഷനാവുന്നു. പ്രായോപവേശം ചെയ്യാൻ വേണ്ടിയിട്ട് മരണകാലം വരെയും നിരാഹാരം എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് ആര്? പരീക്ഷിത മഹാരാജ. സത്യത്തിൽ ഭാഗവത ശാസ്ത്രം പറയുന്നിടത്ത് ഉച്ചയോട് ഇല്ലാണ്ടാക്കിയുള്ള സ്ഥിതി ഉണ്ടാവും. ഞാൻ ആലോചിക്കാറുണ്ട് ഇങ്ങനെ തമാശയ്ക്ക്. നമ്മൾ വലിയ ആചാര്യമൊന്നും അല്ലാത്തതുകൊണ്ട് തമാശയ്ക്ക് ചിന്തിക്കാമല്ലോ. ഇപ്പോൾ ഊണ് കൊടുക്കണില്ല, രാവിലത്തെ ഉപ്മാവും കട്ട് ചെയ്ത് വെച്ചോളൂ. എത്ര പേര് കിടക്കാൻ വരും? ഭർത്താവും ശ്രോതാവും മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് പേര് വരും ഇവിടെ. 7 ദിവസം അയാൾ ഇരുന്നു എന്നാണ്. അപ്പോൾ ആഹാരം കഴിച്ചിട്ടില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ ഒരു പരാമർശം ഇല്ലല്ലോ ഭാഗവത്തിൽ. ഇല്ല. കാരണം പ്രാണൻ വെടിയാനിരിക്കുകയാണ്. കാരണം ഇനി എനിക്ക് മരണം വരാനിരിക്കുകയാണ്. ഞാൻ ചെയ്തൊരു പാപം കാരണം, ഒരു മുനിയുടെ കഴുത്തിൽ ഞാൻ ചെയ്യരുതാത്തത് ചെയ്തത് കൊണ്ട്, ആ പുത്രന്റെ ശാപം കൊണ്ട് എനിക്ക് നിശ്ചയമായിട്ടും തപസ്സുള്ള വാക്കിൽ അന്ന് വിശ്വാസമുണ്ട്. ഇന്നാണ് അങ്ങനെയല്ല, ആ ശപിച്ച കുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ വിടും. ഇല്ലേ? ഒരു വണ്ടി പോലീസ് ആശ്രമത്തിന് വിട്ടിട്ട് നിൽക്കുക, എന്നിട്ട് വരിക പറയും ജാമ്യമില്ല വകുപ്പ് പ്രകാരം കൊണ്ട് തള്ളും. അങ്ങനെയല്ലേ ഉണ്ടാവുക? ഇപ്പൊ സാമ്യം കൊണ്ട് പരീക്ഷിത മഹാരാജാവാണ്, അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. ഞാൻ ഒരു അധികാരമുണ്ട്, അദ്ദേഹം ചെയ്യാലോ. ശമീക മഹർഷിയുടെ പുത്രനെ അറസ്റ്റ് എത്ര പ്രയാസം. പിടിച്ചുകൊണ്ട് ഞാൻ തുറമ്പ് കളിക്കുക, എന്നെ തക്ഷകൻ കൊല്ലേ, അതൊന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുക. ഈ തക്ഷകൻ എന്ന് പറയുമ്പോൾ എന്താ അറിയോ? കർമ്മഫലം രോഗരൂപേണ ജായത എന്നാണ്. പൂർവ്വജന്മകൃതം പാപം രോഗരൂപേണ ജായത എന്നാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ രോഗമായി തന്നെ വരും ശരീരത്തിൽ. അത് തക്ഷകനാണ്. മെല്ലെ മെല്ലെ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മറന്നു പോകണതാണ്. മായ പിടിച്ചിരിക്കുകയാണ്, മറന്നു പോവാണ്, കൊത്തി തിന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, അറിയുന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പം അങ്ങനെയാണ് തക്ഷകം പിടിക്കുന്നത്. മെല്ലെ കാലോ ജഗദ്ഭക്ഷക അല്ലേ? കാലം ജഗത്തിനെ മെല്ലെ മെല്ലെ തിന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയണില്ല. സമയം ഓരോ നിമിഷം പോകുമ്പോഴും നമ്മുടെ ജീവന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ തത്വവിചാരം ചെയ്യുന്ന ഭക്തിയിൽ പൊതിഞ്ഞൊരു ഗ്രന്ഥം എന്താണ്? ഭാഗവതം മാത്രമാണ്. ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് ചെറുപ്പത്തിൽ ഈ പാരാസിറ്റമോൾ എന്നൊരു സാധനമാണ്, പനിയൊക്കെ വന്നാൽ കഴിക്കുന്നതാണ്. എനിക്കതിൻ്റെ കഴിപ്പ് ഇഷ്ടമല്ല, അത് കാണാൻ തന്നെ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ, വീട്ടിൽ ശർക്കര കൊണ്ട് പൊടിച്ചിട്ട് അതിലിടും. അതായത് ഈ ഉണ്ട കഴിച്ചോളൂ, നല്ല ഭംഗിയാണ്, അത് ടേസ്റ്റാണെന്ന് പറയും. അത് കഴിക്കുമ്പോൾ മരുന്നകത്ത് പോയി നമ്മൾ അറിയില്ല. അതുപോലെ ഭാഗവതം ആപാദ മധുരമാണ്. സ്വാദു സ്വാദു പദേ പദേ എന്ന് പറയുന്നത്. ഓരോ വാക്കിലും മധുരം നിറഞ്ഞിരിക്കുന്നു.
ഈ നിഗമകൽപ്പതരുവിൻ്റെ സദ്ഫലം അല്ലേ? ശുഖമുനിയാൽ, ശുഖ ശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ അറിയാലോ, തത്വം എന്ന് പറയാം, ശുഖബ്രഹ്മർഷി എന്ന് പറയാം. ആദ്യം ശുഖബ്രഹ്മർഷി രുചിച്ചതാണ് ഈ ഫലം. അത് നമുക്ക് ഈ കിളികൊത്തിയ പഴത്തിന് ഗുണം എന്താ അറിയോ? കിളികൊത്തിയ പഴത്തിൽ കേടില്ല. കിളികൊത്തിയ പഴം ഏറ്റവും സ്വാദുള്ളതായിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം പറയേണ്ടിയിരിക്കും. എന്താ അറിയോ, ഈ ഞാനൊരു പ്രസംഗത്ത് പറഞ്ഞു, ഈ ഫ്രൂട്ട്സ് കടകളിലെ, ഫ്രൂട്ട്സ് പീടികളിലൊക്കെ ഈച്ച ഇപ്പോൾ വരാറില്ല. അതിൻ്റെ അർത്ഥം ഇവർ കെമിക്കൽ അടിച്ചിട്ട് ഈച്ച പോലും വരില്ല. ഈച്ചയ്ക്ക് അറിയാൻ നല്ല ഫലം ഇതാണെന്നുള്ളത്. പിന്നെ ഞാനൊരു 2-3 ആഴ്ച കഴിഞ്ഞ് അതിലേക്ക് പോയപ്പോൾ അവിടെ മുഴുവൻ ഈച്ചയാണ്. അപ്പോൾ എനിക്ക് സംശയം, എന്താ ഇതിങ്ങനെ? അപ്പോൾ നല്ല പഴം വന്നുവോ? അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും അനുസരിച്ചു. അപ്പോൾ കടക്കാരൻ്റെ മകൻ പറയും, അതല്ല, സാക്കറീൻ ഇതിൻ്റെ മേലെ അടിക്കുന്നു. ആദ്യം പെസ്റ്റിസൈഡ് അടിക്കും, ഈച്ചയെ വരുത്താൻ വേണ്ടി അതിന് മേലെ കൂടെ പഞ്ചസാരയോടെ തളിക്കുക. മനസ്സിലായോ? അപ്പോൾ കപടത്തിന് മേലെ കപടം ആണ് കച്ചവടം. മനസ്സിലായില്ലേ? കാപട്യത്തിന് മേലെ കാപട്യമുള്ള ലോകത്ത് ഭാഗവതം വായിച്ചാൽ അല്പസ്വല്പമൊക്കെ സദ്ബുദ്ധി തെളിഞ്ഞ് വരും. വായിച്ചാൽ മാത്രം പോരാ, അതൊരു സാമാജിക സേവയായി മാറ്റാൻ നമ്മൾ തയ്യാറാവണം. എങ്ങനെ? അത് നല്ല മനോഹരമായിട്ട് അലങ്കരിച്ച ശ്രീകൃഷ്ണ വിഗ്രഹം രഥത്തിൽ കൊണ്ടുപോയി ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പോയി പള്ളിവേട്ട പോലെ ഭാഗവതത്തിൻ്റെ തത്വങ്ങൾ എല്ലാവർക്കും എത്തിക്കണം. ഇവിടേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, യജ്ഞശാലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. അതൊക്കെ ഈ പിന്നെ മള്ളിയൂർ തിരുമേനിയുടെ തലയിൽ കെട്ടിവെക്കാതെ ഈ കേൾക്കുന്ന ആൾക്കാർ തന്നെ അതിന് ശ്രമദാനമായിട്ട് 1 മണിക്കൂർ സമയം ഭാഗവത സേവയ്ക്ക് വയ്ക്കുക. നിത്യം ഭാഗവത സേവയാ എന്ന് പറഞ്ഞതിനർത്ഥം കേവലം ഭാഗവത ഗ്രന്ഥത്തെ പഠിക്കലല്ല, മറിച്ച് ഭാഗവതന്മാരെ സേവിക്കൽ കൂടിയാണ്. അങ്ങനെ പറയാലോ. ഭാഗവതന്മാർ പറഞ്ഞാൽ ഭഗവാന് വേണ്ടി തന്നെ തത്പരന്മാരായിരിക്കുന്ന മഹാപുരുഷന്മാരുടെ സേവയ്ക്കായിക്കൊണ്ട് ജീവിതം സമർപ്പിക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ വലിയ കാര്യമാണ്. അത് പ്രണിപാതേന പരിപ്രശ്നേന സേവയാ എന്ന് പറഞ്ഞാൽ തുല്യമാണ്. ഭാഗവത സേവ എന്ന് പറഞ്ഞാൽ കേവലം ഭാഗവതം കേൾക്കാൻ പോവുക മാത്രമല്ല, മറിച്ച് ഭാഗവതാദി കാര്യങ്ങൾ നടത്തുന്ന യജ്ഞശാലയിൽ യജ്ഞാചാര്യന്മാർക്ക് വേണ്ട ചെയ്തു കൊടുക്കുക, അവിടേക്ക് ആളുകളെ, സജ്ജനങ്ങളെ കൊണ്ടുവരിക, ഇതൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ സാമൂഹികമായി കെട്ടുറപ്പുണ്ടാകും. എന്നെപ്പോലെ ആൾക്കാർ സത്രത്തിൽ ഈ വായിത്തോന്നി വിളിച്ചു പറയുന്നത് പോലെ അല്ല. ഭാഗവതം ക്രമമായിട്ട് പറയാന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടമുണ്ട്. അതിനുവേണ്ടി ഒരുപാട് ദീർഘകാലത്തെ തപസ് അനിവാര്യമാണ്. അല്ലാതെ ഒന്നും ഭാഗവതം വഴങ്ങില്ല. കാരണം ഭാഗവതം പുറത്ത് ശർക്കര, അകത്ത് പാരസെറ്റമോളുമാണ്. മനസ്സിലായില്ലേ? പുറത്ത് ശർക്കരയാണ്, കണ്ടാൽ എല്ലാവർക്കും എളുപ്പം മനസ്സിലാവും കൃഷ്ണന്റെ കഥയാണ്. പക്ഷെ അങ്ങനെയല്ല. വേദാന്ത ശാസ്ത്രത്തിന്റെ, ബ്രഹ്മസൂത്രത്തിന്റെ വിസ്തൃതമായൊരു വ്യാഖ്യാനം തന്നെയാണ് ഭാഗവതം. മോക്ഷശാസ്ത്രമാണ്. അതുകൊണ്ട് തമാശക്കളിയല്ല, കുട്ടിക്കളിയല്ല, വെറും നാമജപവും രാധേകൃഷ്ണ പാട്ടും മാത്രമല്ല. ഇതെന്താണ്? ബ്രഹ്മസൂത്രത്തിന്റെ വിശദമായിട്ടുള്ള ഒരു വ്യാഖ്യാനമാകുന്നു ഭാഗവത ശാസ്ത്രം. അത് പഠിക്കാൻ വേണ്ടിയിട്ട് അത്രയും ശ്രദ്ധ വേണം. ജീവൻ ഇപ്പോൾ വെടിയേണ്ടി വരുമെന്ന് കരുതിയിരിക്കുന്ന ഒരാൾ ഗംഗാതീരത്ത് ജീവൻ വെടിയാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ആഹാരത്തെ ഉപേക്ഷിക്കുകയാണ് പൂർണ്ണമായിട്ട്. നിരാഹാരം നടത്തുന്ന ആൾക്കാർ ടോർച്ചിനുള്ളിൽ പുട്ടൊക്കെ കൊണ്ടുപോകും. അതുപോലെയല്ല. നിരാഹാരം നടത്തുന്നവരിടയ്ക്ക് മരുന്ന് കഴിക്കാറുണ്ട്, വെള്ളം കുടിക്കും. അങ്ങനെയൊന്നും പാടില്ല. അങ്ങനെ ആയിരുന്നില്ല പരീക്ഷത്ത്. സത്യസന്ധനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ ശപിച്ചവർക്കും മാപ്പ് കൊടുത്തു. തരോരപ്പി സഹിഷ്ണുന്ന കണ്ടില്ലേ? ശപിച്ചവർക്കും മാപ്പ് കൊടുത്തു. തന്നെ ശപിച്ച കുട്ടിക്കും മാപ്പ് കൊടുത്തു. മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെ സ്വീകാര ബുദ്ധിയോട് കൂടിയിട്ട് ശിഷ്യത്വം വന്ന് പൂർണ്ണമായി തുടങ്ങിയപ്പോൾ അനേകം മഹർഷിമാർ വന്ന് ഉപദേശം കൊടുക്കുന്നുണ്ട്. അടുത്തൊന്ന് പറയുന്നുണ്ട്, അവർക്കൊന്നും ഉപദേശം ഉണ്ടായില്ല. ചോദ്യത്തിന് ഉത്തരമില്ല. മരണം എന്താണ്? മരണത്തിനപ്പുറം എന്താണ്? എങ്ങനെ മോക്ഷം നേടാൻ? ശ്രേയോമാർഗം എന്താണ്? ഇത് മറ്റുള്ള മഹർഷിമാർക്ക് അറിയാഞ്ഞിട്ടല്ല. ഈ പരീക്ഷിത്ത് മഹാരാജാവ് എന്ന് പറയുന്ന ആൾക്ക് മോക്ഷം കിട്ടാൻ ഇന്നയാൾ തന്നെ ഉപദേശിക്കണം. അത് നിയതിയിലുണ്ട്. എല്ലാവർക്കും ഒരാളല്ല ഗുരുവാണോ? എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭക്തി ഉണ്ടാവില്ല. ചിലർ ശ്രീരാമനോടാവും, ചിലർക്ക് ശിവനോടാവും. അവനവൻ്റെ മോക്ഷം ആരുടെ കയ്യിലിരിക്കുന്നു എന്ന് പ്രകൃതി നിശ്ചയിച്ച് തരും. അത് ചിലപ്പോൾ ശിവന്റെ കയ്യിലാവാം, ചിലപ്പോൾ കൃഷ്ണന്റെ കയ്യിലാവാം, ചിലപ്പോൾ രാമന്റെ കയ്യിലാവാം, ആരുടെ കയ്യിലാവാം നമുക്കറിയില്ല. അപ്പം അതിലേക്ക് എത്തണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് എൻ്റെ ശരീരം വെടിഞ്ഞാലും ഞാൻ ഇല്ലാതാവുന്നില്ല എന്ന ബോധത്തിലിരിക്കണം. അങ്ങനെ പ്രായോഗവേശം ചെയ്തിരുന്ന പരീക്ഷിത് മഹാരാജന്റെ അടുത്തേക്ക് നടന്നു വരുന്ന ആൾ സാധാരണക്കാരനല്ല, സാക്ഷാൽ ശ്രീശുക ബ്രഹ്മർഷി തന്നെയാണ്. ശ്രീശുക ബ്രഹ്മർഷി എന്ന് പറയുമ്പോൾ ഈ പാഞ്ചരാത്രം തുടങ്ങിയിട്ടുള്ള വൈഷ്ണവതന്ത്രം, വൈഷ്ണവാഗമങ്ങളെല്ലാം നാരായണനെയാണ് ആദ്യ ഗുരുവായി കാണുന്നത്. ആ നാരായണൻ തന്നെ ഒരു ആചാര്യവേഷം ചെയ്താൽ അത് തന്നെയാണ് ശ്രീശുക ബ്രഹ്മർഷി. സാക്ഷാൽ നാരായണന്റെ ഉപദേശം തന്നെയാണ്. അദ്ദേഹം വന്ന്
ഇയാളുടെ പ്രശ്നത്തെ കേട്ട് എന്താ എന്താ അങ്ങയുടെ പ്രശ്നം എന്ന് കേട്ടു. ആ പ്രശ്നത്തിന് ഉത്തരം പറഞ്ഞു. അതിന് മറുപടിയായിട്ട് അദ്ദേഹം ദീർഘമായി നടത്തിയിട്ടുള്ള വർണ്ണനയും അതിൻ്റെ സാരവും പരീക്ഷത്തിന് മാത്രമല്ല മള്ളിയൂർ തിരുമേനി വരെയുള്ള മഹാത്മാക്കൾക്ക് മോക്ഷത്തിന് ഹേതുവായി. നോക്കൂ, എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട അല്ലെങ്കിൽ പറയപ്പെട്ട ഒരു സത്ശാസ്ത്രം പരമ്പരയാ പ്രോക്തമായി വന്ന് ഈ തലമുറയിലുള്ളവർക്ക് പോലും മോക്ഷത്തിന് വഴി കാട്ടി കൊടുക്കുന്നുവെങ്കിൽ അത് ഗ്രന്ഥമല്ല, ഈശ്വരനാണ്. അതൊരു ഗ്രന്ഥമായിട്ട് കണ്ടുകൂടാ. ഒരു പുസ്തകം കാണിച്ച് വായിക്കാൻ പോകരുത്, അങ്ങനെയൊന്നും വഴങ്ങില്ല. ഭാഗവതത്തിന് ശ്ലോകങ്ങൾ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഗീതയിലെ അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ള ശ്ലോകങ്ങൾ എളുപ്പം പഠിക്കാം. അനന്യാ ചിന്തയന്തോ മാം യേ ജനാഹ പര്യുപാസതേ തേഷാം നിത്യാഭീഷ്ടാനാം യോഗക്ഷേമം വഹാമ്യം എന്നൊക്കെ പെട്ടെന്ന് പഠിക്കാം. ഭാഗവത ശ്ലോകങ്ങൾ എളുപ്പം വഴങ്ങില്ല. അതിന് ഭക്തിരസം വേണം. നാമം ജപിച്ച് 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 ചിത്തത്തിൻ്റെ ക്ലാവ് പോകണം. ആരാ പറയണത്? ഒട്ടൂർ പറയാ ചിത്തം ഓട്ടുപാത്രമാണ്, അതിന് ക്ലാവ് പിടിക്കും. എന്നും തേച്ച് തേച്ച് മിനുക്കി മിനുക്കി വെച്ച് സ്നേഹം പകരുക, എണ്ണ പകരുക, ദീപം തെളിച്ച് എന്നും തേച്ച് വെക്കണം. ഇന്നലെ തേച്ച വളക്കൽ ഇന്നെന്തിനാ തേക്കണം നേരം ചോദിക്കുമോ? ഇല്ല, എന്നും തേച്ച് വെക്കാൻ ആ തേക്കണ പൊടി എന്താ പറയുക? നാമമാണ്. അതേത് നാമമാവാം, നമശിവായാവാം, നാരായണ നാമമാവാം, രാമനാമമാവാം. ഏത് നാമം ജപിച്ചാലും ഉറച്ചുറക്ക നാമം ജപിച്ച് 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 മനസ്സിൻ്റെ ക്ലാവ് കളഞ്ഞവർക്കുള്ള ശാസ്ത്രമാണ് ഭാഗവതം. അല്ലാതെ ഭാഗവതം വഴങ്ങില്ല. ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാൻ കീഴടങ്ങൂ. ഒരു രസം പറയാം. നേരത്തെ നേരമ്പോക്ക് പറഞ്ഞുള്ളൂ, അതായത് ത്രികാലജ്ഞാനം എന്നൊരു നേരമ്പോക്ക് പറഞ്ഞു. നമുക്ക് നേരമ്പോക്കും അവർക്ക് അനുഭവമാണ് കേട്ടോ. അമ്മ 1984 അമ്മയും ശിഷ്യന്മാരും കുറച്ച് പേരേ ഉള്ളൂ, 3-4 പേരേ ഉള്ളൂ. എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തെങ്ങിൻ്റെ ചോട്ടിലിരിക്കുകയാണ് പുറത്ത്. അപ്പോൾ നല്ല സിൽക്ക് ജുബയൊക്കെ ഇട്ടിട്ട് വട്ടത്തിൽ പൊട്ടൊക്കെ തൊട്ട് ഒരു പ്രമാണികം തോന്നിക്കുന്ന ഒരാൾ അവിടെ വന്നിട്ട് അയാൾ അമ്മയോട് പറഞ്ഞു, ഞാൻ ധ്യാനമൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം അമ്മ പറഞ്ഞു, നല്ലതാണ് മോനെ, ധ്യാനം ചെയ്യുന്നത് നല്ലതാണ്, ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞു, വളരെ നല്ലതാണ്, ശാസ്ത്രം പഠിക്കണമല്ലോ. അപ്പോൾ ഊണ് കഴിച്ചു എന്ന് ചോദിച്ചാൽ അമ്മ അതൊക്കെ കഴിച്ചിട്ടാണ് വന്നതെന്ന്. ശരി, അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ ഇതൊന്ന് തീർത്തിട്ട് വന്നേക്കാം. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? അമ്മയും ശിഷ്യന്മാരും കാണത്തക്ക വിധത്തിൽ ഒരു 10-20 മീറ്റർ മാറി ഇരുന്നിട്ട് പത്മാസനത്തിലൊക്കെ ഇരുന്ന് ധ്യാനം തുടങ്ങി. അപ്പം അമ്മ ഇതൊന്നും ശ്രദ്ധിച്ചില്ല, സംസാരിച്ചു. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഇതെല്ലാം കാര്യം കഴിഞ്ഞ് അമ്മ എഴുന്നേറ്റിട്ട് ഇയാളെ കടന്ന് വേണം ആശ്രമത്തിലേക്ക് പോകാൻ. അപ്പം അമ്മ പോകുന്ന വഴിക്ക് ഇയാളെ തലയിൽ പിടിച്ചൊന്ന് കുലുക്കിയിട്ട് ചോദിച്ചു, ആ തേക്ക് ഇതുവരെ കച്ചവടം ചെയ്തില്ലേ മോനെ? ഇത് കണ്ണു തുറന്നിട്ട് ഇയാൾ ആകെ മുഖത്തടിച്ച് കിട്ടിയ പോയാനുണ്ടാവും. അയാൾ ആകെ പരിഭ്രാന്തിയിൽ വിഷമിച്ച് എന്താ പറയേണ്ടതെന്നറിയാതെ സാരമത്തെ ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ പേരിടുന്നത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥ ധ്യാനത്തിന് ബാഹ്യ ആസനങ്ങളൊന്നുമില്ല. ഈ ആസനങ്ങളൊക്കെ കാണിക്കുന്നതിനാണ്, അതിലേക്കുള്ള പ്രയാണമാണ്. ചായക്ക് വെള്ളം തിളപ്പിക്കുമ്പോൾ നമ്മൾ ചായ വെച്ചു എന്നല്ലേ പറയാം, ചായ ആയിട്ടില്ല. ധ്യാനം എന്ന് പറയുന്നത് ധാരണയ്ക്ക് അപ്പുറമാണ്, അല്ലേ? ധാരണയും കഴിഞ്ഞ്, ധാരണ എന്താണ്? ഏകാഗ്രതയാണ്. സതു ദീർഘകാല നൈരന്തര്യ സത്കാരാസേരിതോ ദൃഢഭൂമി. ദീർഘകാലം, അതായത് ഒരു മുഹൂർത്തം സമയത്ത് 48 മിനിറ്റ് നേരം ഏകാഗ്രതയോട് ഇരുന്നാൽ അത് ധാരണയാണ്. അത് ശീലമായി കഴിഞ്ഞാൽ താനേ തന്നെ ഏകാഗ്രതയ്ക്ക് വെച്ചിരിക്കുന്ന വസ്തു നഷ്ടപ്പെട്ട് ത്രിപുടി മുടിയും. എന്ന് വെച്ചാൽ ഞാൻ ധ്യാനിക്കുന്ന വസ്തു, ആ ധ്യേയ വസ്തു ധ്യാനധ്യേയ ധ്യാതരൂപിണിയായ അമ്മ മാത്രമായി തീരും. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾക്ക് വലിയ നാണക്കേടായി. വലിയ ധ്യാനിക്കുന്ന ആളാണെന്ന് ബ്രഹ്മചാരി മുമ്പ് വേഷം കെട്ടിയാണല്ലോ. അപ്പം അമ്മ പറഞ്ഞു, ചില കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകുന്ന അജ്ഞാനം നീക്കാൻ വലിയ പ്രയാസമാണ്. കുറച്ച് ഭാഗവതം വായിച്ചു, കുറച്ച് മഹാഭാരതം പഠിച്ചു, കുറച്ച് ശ്ലോകങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർ അഹങ്കാരം വരും. അത് തീർക്കാൻ വലിയ പ്രയാസം. അതുവരെ അറിയില്ല എന്നുള്ള അജ്ഞാനമേ ഉള്ളൂ, അറിഞ്ഞുകൊണ്ടുള്ള അജ്ഞാനം വലിയ പ്രശ്നം. അതാണ് മഹർഷി പറഞ്ഞത്, രമണ മഹർഷി പറഞ്ഞത്, ലേൺ ഡിഗ്നറൻസ്. വാട്ട് യു ഹാവ് ഇസ് ലേൺ ഡിഗ്നറൻസ്. നിങ്ങൾക്കുള്ളത് കഷ്ടപ്പെട്ട് പഠിച്ച അജ്ഞാനമാണെന്ന്. അത് കളയാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അതിന് സദ്ഗുരുവിൻ്റെ ശാസന വേണം. സദ്ഗുരു എന്ന് പറഞ്ഞാൽ ട്രേഡ് മാർക്ക് അല്ല കേട്ടോ. സദ്ഗുരു എന്ന് പറഞ്ഞാൽ മഹാത്മാവിൻ്റെ പേരാണ്. ഏത് മഹാത്മാവിനും സദ്ഗുരു എന്ന് പറയാം. അപ്പോൾ സത്ശാസ്ത്രങ്ങൾ പഠിക്കുന്നത് ഈ അഹങ്കാരത്തെ കളയാൻ, അല്പം പഠിച്ചു എന്ന വിചാരമുണ്ടല്ലോ അത് കളയാനാണ്. ഏതുപോലെ ആവണം? തരുവിനേക്കാൾ സഹിഷ്ണുതയുള്ളവനും പുല്ലിനേക്കാൾ വിനയമുള്ളവനായി തീരണം. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, വിശ്വസർഗ വിസർഗാദി നവലക്ഷണലക്ഷിതം ശ്രീകൃഷ്ണാഖ്യം പരം
ധാമ, ജഗദ്ധാമ. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന പരമമായ ധാമം. യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. എവിടെ പോയാൽ തിരിച്ചു വരവില്ലയോ ആ പരമാത്മസ്ഥാനം. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. വാക്കും മനസ്സും എത്താതെ മടങ്ങുന്ന ആ പരമമായ പീഠം, അതിൻ്റെ പേരാണ് ശ്രീകൃഷ്ണൻ. അതിൻ്റെ പേര് തന്നെയാണ് ഭാഗവതം. അതാണ് പറയണത്. ശ്രീധരസ്വാമി ഒറ്റ ശ്ലോകത്തിൽ പറഞ്ഞു ശ്രീകൃഷ്ണാഖ്യം എന്ന് പറയാൻ കാരണം ശ്രീകൃഷ്ണൻ എന്ന് വിളിക്കപ്പെടുന്ന എന്നും ഭാഗവതം എന്നർത്ഥമുള്ളതുമാണ്. ശ്രീകൃഷ്ണാഖ്യം പരംധാമം. പരംധാമ ജഗദ്ധാമ നമാമിതം. ആ പരമപുരുഷനെ, ആ പരമമായ ശാസ്ത്രത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് ശ്രീധരസ്വാമി പറയാണ്. എന്താണ്? പുരാണത്തിനും നവലക്ഷണമുണ്ട്, ശ്രീകൃഷ്ണനും നവലക്ഷണമുണ്ട്. ഈശ്വരന്റെ നവലക്ഷണം സൃഷ്ടിസ്ഥിതി സംഹാര നിരോധാനാദി കാര്യങ്ങൾ ചെയ്ത് സംഹാരാദികൾ ചെയ്യുന്ന സർഗവിസർഗാദി കാര്യങ്ങൾ ചെയ്യുന്ന 9 ലക്ഷണങ്ങളോട് ചേർന്ന ഭഗവാൻ കൃഷ്ണനും 9 ലക്ഷണങ്ങളോട് ചേർന്ന ഭാഗവത പുരാണത്തിനും ഒരേപോലെ നമസ്കാരം അർപ്പിക്കുകയാണ്. അതിനെ പരംധാമം എന്നാണ് ശ്രീധരസ്വാമി വിളിക്കുന്നത്. അപ്പം അതുകൊണ്ട് പരംധാമമായ ഭാഗവതം ഇങ്ങനെ കുറഞ്ഞ ആളുകൾ ഇരിക്കുന്ന സദസ്സിലല്ല, വലിയ സദസ്സിൽ മഹാന്മാരായിട്ടുള്ള ആചാര്യന്മാരാണ് പറയുന്നത്, എന്നെ പോലുള്ള മകന്മാരല്ല. അതുകൊണ്ട് അവർക്ക് പറയാൻ വേണ്ടിയിട്ട് ഇനി ഉള്ള ദിവസങ്ങളിൽ, നാളെ ഞായറാഴ്ചയാണ്, ഇന്ന് വൈകുന്നേരം തന്നെ പോയിട്ട് വീട് വീടാന്തരം കയറിയിട്ട് നാണവും മാനവും വിചാരിക്കരുത്. ഭഗവാന് വേണ്ടിയുള്ള സേവയാണ്, ഭാഗവത സേവയാണ്. നഷ്ടപ്രായ അഭദ്രേഷു നിത്യം ഭാഗവത സേവയാന്ന് പറഞ്ഞത്. നമ്മളുടെ അഭദ്രങ്ങൾ, അമംഗളങ്ങൾ, നമ്മുടെ കഷ്ടങ്ങൾ ഒക്കെ തീരണമെങ്കിൽ ഭാഗവത സേവ മതിയാവും. അതുകൊണ്ട് നിത്യം ഈ ഭാഗവതത്തിന് സത്യം പ്രചരിപ്പിക്കാൻ വേണ്ടി വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് കാല് തൊട്ട് ബന്ധിച്ച് വിളിക്കണം. ആ കാര്യത്തിൽ ഞാനൊരു കാര്യം പറയാം, ഇസ്കോൺകാരെ നമസ്കരിച്ചേ പറ്റും. ട്രെയിനിലായിക്കോട്ടെ, നടുറോട്ടിലായിക്കോട്ടെ, ഏത് കുണ്ടാമണ്ടി സ്ഥലത്തായിക്കോട്ടെ, പള്ളിയിൽ വരെ കയറിയിട്ട് വിളിക്കുവരും, ഹരേ കൃഷ്ണ വിളിക്കും. ലജ്ജയില്ലാതെ നാമം ജപിക്കണമെന്നാണ് ചൈതന്യ മഹാപ്രഭു പഠിപ്പിക്കുന്നത്. കൂടുതലായോ? 20 അപ്പോൾ എന്തായാലും ലജ്ജയില്ലാതെ ഭഗവത് നാമം പ്രചരിപ്പിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കേട്ടിട്ട് വെറുതെ പോയാൽ പോരാ, ഇവിടേക്ക് നല്ല ആളുകളെ കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. കാരണം ഇത് മഹാഭാഗവതനായിട്ടുള്ള ഒരു മഹാചാര്യൻ്റെ സമാധിസ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ഈ ക്ഷേത്രവും ഈ പുണ്യസ്ഥലത്തൊക്കെ വരാൻ എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്കറിയില്ല. ഇവർക്ക് വിളിക്കാൻ തോന്നിയതും അങ്ങനെ ചിലർക്ക് എല്ലാവർക്കും അബദ്ധം പറ്റുമല്ലോ. ഏത് ഭാഗവതോട് അബദ്ധം പറ്റുന്നില്ലേ? ഇത്രയും മഹാന്മാരായിട്ടുള്ള ആചാര്യന്മാരും എനിക്ക് മുമ്പ് സംസാരിച്ചവരും ഇനി സംസാരിക്കാൻ വരണവരൊക്കെ പേര് കാണുമ്പോൾ തന്നെ കിടുകെട്ടാ പറയ്ക്കും നമ്മൾ. അങ്ങനത്തെ ആളുകളുടെ ഇടയിലേക്ക് എന്നെ വിളിച്ചതിലും ജീവൻ മുക്തിക്ക് കാരണമായിരിക്കുന്ന ഈ ശാസ്ത്രം, അതിനെപ്പറ്റി ഒരു ചുറ്റുപാട് ഓട്ടപ്രദർശനം നടത്താൻ സമ്മതിച്ചതിനും എത്ര നന്ദി പറഞ്ഞാൽ, എത്ര ജന്മം കൊണ്ട് പറഞ്ഞാൽ തീരുന്നറിയില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ വേദി ഇതാണ് ഇതുവരെ. കാരണം മറ്റു പലയിടത്തും സംസാരിച്ചിട്ടുണ്ട്, ഭൗതികമായി മറ്റു പലരും വളരെ വലുതെന്ന് കരുതുന്ന സർവകലാശാലകളിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ മള്ളിയൂർ തിരുമേനിയുടെ ഇടത്തിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ഇവിടുത്തെ ഗണപതിയും കൃഷ്ണനും കൂടി വിചാരിക്കാൻ പറ്റല്ലോ. അവസാനം എൻ്റെ ചിന്ത എങ്ങനെയാണ്, ഇവിടുത്തെ മൂർത്തിയായിട്ടുള്ള ഗണപതിയും കൃഷ്ണനും കൂടി ചിന്തിക്കാതെ ഇവിടെ ഒരാൾ വരാൻ സാധിക്കില്ലല്ലോ എന്ന സമാധാനത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ പറഞ്ഞ വാക്കുകൾ ഏതെങ്കിലും ദുഷ്ടന്മാരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ശിഷ്ടന്മാരാവുക, നല്ലവരെ ആരെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാം. സദ്ഗുരുസ്വാമിനഃ.